ഈ പറയപ്പെടുന്ന സംഭവങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെ അല്ലതാനും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്ത് മഹാലക്ഷണങ്ങളും ഉണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 25 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്ത് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ നിവർന്ന് തലപൊക്കുവിൻ. അന്ത്യകാലത്ത് നടക്കുവാൻ പോകുന്ന ഈ സംഭവങ്ങളെ കുറിച്ചും യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചും യേശു കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനമായി പറഞ്ഞ കാര്യം ഇതാണ്: അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ഈ ദിവസങ്ങൾ